കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന ഗോൾഡ് കേരള വിഷൻ ചാനലിൻ്റെ നാട്ടുപോരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വളരെ സ്നേഹത്തോടെയുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലപ്പുറം നഗരസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡുകളിൽ നിന്നും നമ്മുടെ നഗരസഭയിലേക്ക് ആരെയാണ് തിരഞ്ഞെടുത്തയക്കേണ്ടതെന്ന് ജനം തീരുമാനിക്കാൻ ഏതാനും ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ഈ നഗരത്തിൻ്റെ പൾസ് എങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ നോക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ ശ്രീ മുജീബ് കാടേരിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് LDFൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള CPM ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള KP ഫൈസലാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് NDAയുടെ പ്രതിനിധിയായിട്ടുള്ളത് വില്ലോടി സുന്ദരൻ, BJPയുടെ മേഖലാ സെക്രട്ടറിയാണ്. 3 പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ നഗരസഭയുടെ പൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ആദ്യമായി UDF പ്രതിനിധിയോടാണ്. ഈ നഗരസഭ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് എന്തെല്ലാം അവകാശവാദങ്ങളാണ് ഉന്നയിക്കാനുള്ളത്? ഈ വർഷം നമുക്ക് 5 സീറ്റുകളിലധികമായി വർധനവ് വന്നു. പുതിയ വാർഡ് വിഭജനത്തിന് ശേഷം 40-45ആയി. ഞങ്ങൾ പൂർണ്ണമായിട്ടും വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള കാഴ്ചപ്പാട്. 2 കാരണങ്ങളാണ്. ഒന്ന്, നിലവിൽ സംസ്ഥാനത്ത് ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു വികാരം. മറ്റൊന്ന്, ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഓരോ വാർഡുകളിലും നടന്ന വികസന പ്രവർത്തനങ്ങളാണ് ആളുകൾ വിലയിരുത്തുന്നത്. ആ 2 അർത്ഥത്തിലും വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവും, നല്ല രീതിയിലുള്ളൊരു മുന്നോട്ടം ഉണ്ടാവും എന്നുള്ളിടത്താണ്. നിലവിൽ 25-15 എന്നുള്ളതാണ് റേഷ്യോ. മുനിസിപ്പാലിറ്റിയിൽ 25 UDF, 15 LDF. ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ യഥാർത്ഥത്തിൽ മലപ്പുറത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് അനുസരിച്ച് ആ ഒരു ഘടന തന്നെ UDFന് കുറവാണ് എന്നുള്ളൊരു ധാരണയാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കൃത്യമായിട്ടുള്ള UDFൻ്റെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മലപ്പുറത്ത് നിന്നുണ്ടാകുന്ന റിസൾട്ടിൻ്റെ ആനുപാതികമായിട്ടുള്ള വർധനവ് കൗൺസിലർമാരുടെ എണ്ണത്തിലുണ്ടാവും. ഫീൽഡുകളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം ഇടപെടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഓരോ വാർഡുകളിൽ നിന്നും ഇതുവരെ ജയിക്കാൻ കഴിയാതെ പോയിരുന്ന വാർഡുകളിൽ നിന്ന് ഉൾപ്പെടെ പറയുന്ന എല്ലാ അർത്ഥത്തിലുള്ള അവരുടെ പ്രതീക്ഷയുടെ വാക്കുകൾ അവർ പറയുന്നതിൻ്റെ പകുതി പോലും എടുക്കത്താൽ തന്നെ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. യാതൊരു സംശയവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, LDFന് എന്താണ് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ? ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ കേരളത്തിലുള്ള ഒരു സർക്കാർ 100% ജനകീയമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് പറഞ്ഞ വാക്ക് പാലിച്ച് ആ പറഞ്ഞത് ചെയ്തു കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയ അനുകൂലമായ ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം നഗരസഭക്കകത്ത് ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭക്കകത്ത് നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന കുറേ പദ്ധതികൾ, പൂർണ്ണമാക്കാൻ കഴിയാത്ത പദ്ധതികൾ, ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് നേരിട്ട് ഇടപെടാൻ സാധിക്കാത്ത വിഷയങ്ങൾ, അതുപോലെ നമ്മുടെ നഗരസഭക്കകത്ത് ഞങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാനുള്ളത് വീടും സ്ഥലവുമില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുജീബിന് ധാരണയുണ്ടാവും, നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്ത് നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു പദ്ധതി വെക്കാൻ സാധിച്ചിട്ടില്ല, സ്ഥലമില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളടക്കം ആസൂത്രണം ചെയ്ത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലപ്പുറം നഗരസഭക്കകത്തെ വിവിധ വാർഡുകളിൽ ഇടപെട്ട് പരിചയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വലിയൊരു മാറ്റം, അത് 95-ൽ 3 പതിറ്റാണ്ട് മുൻപ് ഈ മലപ്പുറത്തുണ്ടായൊരു മാറ്റം ഈ 2025-ൽ അത് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് LDFൻ്റെ പ്രതീക്ഷ. NDAക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്? NDAക്ക് പറയാനുള്ളത്, NDAയുടെ പ്രതിനിധി ഇതുവരെ ഇപ്പോൾ മലപ്പുറം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, കാരണം കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ആ വികസന പ്രവർത്തനത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇവിടെ ഓരോ വീടുകളിലും അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ വളരെയധികം വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് മലപ്പുറം നഗരസഭയിൽ ഈ പ്രാവശ്യം BJPയുടെ പ്രതിനിധി ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദീർഘകാലം ഭരിച്ചിട്ടുള്ളത് ഇവിടെ എന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള UDF ആണ്. അപ്പോൾ നമ്മൾ ഈ നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു എടുത്തു പറയത്തക്ക വികസനം എന്താണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? കഴിഞ്ഞ 5 വർഷം നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിൽ ധാരണയുണ്ടാവും.
ഞാൻ ഈ മുനിസിപ്പൽ ചെയർമാൻമാരുടെ സ്റ്റേറ്റ് ബോഡിയായിട്ടുള്ള ചേംബറിൽ UDFൻ്റെ പ്രതിനിധിയാണ്. നമ്മുടെ നഗരസഭകൾ ഏതെടുത്ത് നോക്കിയാലും ഒരു 15 കോടിയിലപ്പുറം കേന്ദ്ര പദ്ധതി വന്ന ഒരു നഗരസഭയും കാണാൻ കഴിയില്ല. ഒറ്റപ്പെട്ട അമൃത് പദ്ധതികളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 363 കോടി രൂപയാണ് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റുകൾ ഈ നഗരസഭയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിൽ മോർ ദാൻ 80% നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ, ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡ് കൂടിയാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതിനകത്ത് 38ഓളം തോടുകൾ നമ്മൾ സമ്പൂർണ്ണമായിട്ട് നവീകരണം പൂർത്തിയാക്കി. അമൃത് എന്ന് പറയുന്നൊരു കുളം നവീകരണ പദ്ധതിയുണ്ട്. ഈ അധികാരിത്തൊടി ക്ഷേത്രത്തിൻ്റെ കുളം ഉൾപ്പെടെ നമ്മൾക്ക് പൂർണ്ണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. തൊട്ട് നിങ്ങൾ വരുന്ന വഴിയിൽ അഞ്ചിനിക്കുളം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് പല രീതിയിലുള്ള തടസ്സവാദങ്ങളൊക്കെ അതിനുണ്ടായിരുന്നു. ഞാൻ കേരള ഹൈക്കോടതിയിൽ കേസിന് പോയി ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചാണ് അഞ്ചിനിക്കുളം പ്രോജക്റ്റ് പൂർത്തിയാക്കിയത്. ചില റെക്കോർഡുകളും നമ്മുടെ നഗരസഭയ്ക്ക് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ രാജ്യത്തെ ഏറ്റവും അധികം വയോജനങ്ങൾ ഒരു ദിവസം വിനോദയാത്ര പോയതിനെക്കുറിച്ച് റെക്കോർഡ്സിൽ എഴുതി വെച്ചു. 3180 വയോജനങ്ങളെയാണ് നമ്മൾ ഒരു ദിവസം, സ്റ്റേറ്റിൽ ഒരു നഗരസഭയിലും ഒരു പഞ്ചായത്തിലും ഈ പ്രോജക്റ്റ് ഇല്ല. കാരണം നിലവിലെ ഗവൺമെൻറ് നോംസ് അനുസരിച്ച് മുനിസിപ്പാലിറ്റിക്ക് വിനോദയാത്ര കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ ഇന്നോവേറ്റീവ് അപ്രൂവൽ എന്ന് പറയുന്ന പ്രോജക്റ്റ് കമ്മിറ്റിയുടെ മുമ്പാകെ പ്രോജക്റ്റ് കൊടുത്ത് അപ്രൂവൽ വാങ്ങിയാണ് ആ യാത്ര നടത്തിയത്. തൊട്ടപ്പുറത്ത് നമ്മുടെ മേൽമുറി മുട്ടിപ്പടി സെൻട്രൽ സ്കൂളുണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ വിച്ച് ഈസ് ദ ഇന്ത്യാസ് ഫസ്റ്റ് ഗവൺമെൻറ് LP എയർ കണ്ടീഷൻ സ്കൂൾ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചന്ദ്രിക ഞാൻ പറഞ്ഞ ന്യൂസും കൊടുക്കും, ദേശാഭിമാനി ഫൈസൽ ഭായി പറഞ്ഞ ന്യൂസും കൊടുക്കും. പക്ഷേ ഗൂഗിളൊരു ന്യൂസ് കൊടുക്കണമെങ്കിൽ ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്യും, ഇത് കറക്റ്റാണോ അല്ലേ. ഇന്ത്യയിൽ ആദ്യത്തെ എയർ കണ്ടീഷൻ LP സ്കൂൾ നമ്മുടെ ഈ മേൽമുറി മുട്ടിപ്പടി സെൻട്രൽ സ്കൂളാണ്. ഞാൻ ഇങ്ങനെ തുടങ്ങി പറയാനിരുന്നാൽ നമ്പർ ഓഫ് അതായത് എവിടെയും ഇല്ലാത്ത, ഞാൻ സാധാരണ റോഡ് കോൺക്രീറ്റ് ഒക്കെ നടക്കും, അതല്ല 3 വർഷം തുടർച്ചയായിട്ട് ഹോർലിക്സ് മാധ്യമപ്രവർത്തനം നൽകി ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, ഹോർലിക്സോ ബൂസ്റ്റോ കൊടുത്ത ഒരു മുനിസിപ്പാലിറ്റി നിങ്ങളുടെ അറിവിലുണ്ടാവും, പഞ്ചായത്ത് ഉണ്ടാവും. ഇത് കൊടുക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അന്നത്തെ കലക്ടർ ശ്രീ ഗോപാലകൃഷ്ണൻ IAS എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പ്രപ്പോസൽ കൊടുത്തു. അതിന് ഒരുപാട് തടസ്സങ്ങൾ അതിന് പറഞ്ഞു. മുനിസിപ്പാലിറ്റി ഹോർലിക്സ് കൊടുക്കുന്നതിനകത്ത് പ്രൊവിഷൻ ഇല്ല. നമ്മൾ പറഞ്ഞു വയോജനങ്ങൾക്ക് അവരുടെ പോഷക സമൃദ്ധമായിട്ടുള്ളൊരു ലൈഫ് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി പ്രാദേശിക ഭരണകൂടങ്ങൾക്കുണ്ട്. 7000 കിറ്റ് 3 വർഷം തുടർച്ചയായിട്ട് വലിയ അവകാശവാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് അത്രയും നല്ല സൗകര്യത്തോടു കൂടി സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പോലും നല്ലൊരു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് അവർ ഭരിക്കുന്നത്. എന്താണ് ഇതിന് വലിയ കോട്ടങ്ങായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഭരണത്തിൽ? ഏതൊരു ഭരണസമിതിക്കും അവകാശവാദങ്ങളുണ്ടാവും. അത് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നമ്മളെ ജനങ്ങൾക്ക് മുൻപാകെ. ഇപ്പം ഞാനിരിക്കുന്നത് ഈ ആലത്തൂർപ്പടി അങ്ങാടിക്കകത്ത് നമ്മൾ നിൽക്കുന്നത്. നല്ലൊരു മഴ പെയ്ത ഇന്ന് ഈ ആലത്തൂർപ്പടി അങ്ങാടിക്കകത്ത് വെള്ളം. അത് മാറ്റാനുള്ള പദ്ധതി എന്താ? പദ്ധതിയുണ്ട്. വലിയ തോട് നവീകരണം 60 കോടി മാറ്റി വെച്ചിട്ടുണ്ട്, മുജീബിനറിയാം. ആ പരിപാടി തുടങ്ങി വെക്കാൻ തീരുമാനിച്ചു, സർവേ നടത്താൻ തീരുമാനിച്ചു. സർവേ നടത്തിയോടുകൂടി പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടുമില്ല. ഈ നഗരസഞ്ചയം പദ്ധതി കേരളത്തിൽ മലപ്പുറത്ത് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ സഞ്ചയങ്ങൾ 2011 സെൻസസ് പ്രകാരം 10 ലക്ഷത്തിന് മുകളിലേക്ക് വരുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ നഗരപ്രദേശങ്ങളും മുനിസിപ്പാലിറ്റിയോട് ചേർന്ന തിരൂര്, മഞ്ചേരി, കോട്ടക്കൽ അടക്കം പെടുന്ന പ്രദേശങ്ങളുടെ മുനിസിപ്പാലിറ്റികളുടെ സഞ്ചയം ഈ സഞ്ചയത്തിന് വേണ്ടി അനുവദിച്ച ഫണ്ടാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ജമീല ടീച്ചറുടെ കാലത്താണ് അത് തുടങ്ങി വെക്കുന്നത്. അത് കേവലം മലപ്പുറത്തേക്ക് മാത്രമുള്ളതല്ല, ഏതായാലും ചെയ്യാൻ കഴിഞ്ഞതൊക്കെ നല്ല കാര്യങ്ങൾ, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷേ ഈ പദ്ധതി മാത്രമല്ല, ഇപ്പം ഇവിടെ നമ്മുടെ മുൻപിൽ ഒരു വലിയ സംഗതിയുണ്ട്. കോട്ടപ്പടി അങ്ങാടിക്ക് പോയ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിന് DPRന് വേണ്ടി 18 ലക്ഷം രൂപ കൊടുത്ത് ഇന്ന് എന്താണ് ആ മാർക്കറ്റിൻ്റെ അവസ്ഥ? ആ മാർക്കറ്റ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? സ്വന്തമായൊരു അറവുശാല ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി. നമുക്കതിന്നില്ല. സദ്ഭവ് മണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഉദ്ഘാടനം നടത്തി. നമ്മൾ ഈ സിനിമയിലൊക്കെ സിനിമാ സെറ്റൊക്കെ മാറി അവിടെ തുറന്നു കഴിഞ്ഞാൽ മുന്നിൽ കാണുമ്പോൾ വലിയ സംഭവത്തെ തുറന്നു കഴിഞ്ഞാൽ അത് കാണൂല. ഇങ്ങനെയുള്ള എല്ലാത്തിലും ഒരു തുടക്കി വെക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പൂർത്തീകരിക്കുന്ന രീതി, പൂർത്തീകരിച്ച ഒരേ ഒരു പദ്ധതിയുണ്ട്. അത് നമ്മളെ പുളിയേറ്റുമല ഖരമാലിന്യ സംസ്കരണ KSWMPR കേരളത്തിലെ കേരള ഗവൺമെൻറ് ഇൻസ്റ്റാൾ ചെയ്ത SPV വഴി പൂർണ്ണമായി നടപ്പിലാക്കിയ ഒരേ ഒരു പദ്ധതിയുള്ളൂ. മാലിന്യ സംസ്കരണത്തിലും ഡ്രെയിനേജ് സിസ്റ്റത്തിലും ഒരു പരാജയമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രെയിനേജ് സിസ്റ്റം ഇപ്പോൾ ഈ പറയുന്നത് തന്നെ തെറ്റാണ്.
ആലത്തൂർപ്പടിയിലെ വെള്ളം കഴിഞ്ഞ മഴയ്ക്കായിരുന്നു. ഈ വർഷം 9.5 കോടി രൂപക്ക് 2 ഭാഗത്തു നിന്നും തോട് ഇരിയിൽ കാടേരിമുക്ക് പ്രോജക്റ്റ് പറഞ്ഞ പ്രോജക്റ്റ് വഴി വന്ന് ഉദ്ദേശം 2 ഭാഗത്തും ഒരു 3 കിലോമീറ്റർ ദൂരം 6 കിലോമീറ്റർ റേഡിയസിലൊരു ഡ്രെയിനേജ് പൂർണ്ണമായിട്ടും വലിയ തോട്ടിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ അത് പിന്നെ അതിനുശേഷം മഴ പെയ്യാത്തതുകൊണ്ട് ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി അറവുശാലയുടെ കാര്യം, അറവുശാലക്ക് നമ്മൾ സ്ഥലം വാങ്ങിയിരുന്നു, 1-ാം വാർഡിലാണ്. ആ അറവുശാലക്ക് ഭൂമി വാങ്ങിയിടത്തേക്ക് ഞാൻ കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകത്തിന് പ്രപ്പോസലും കൊടുത്ത് അറവുശാലക്ക് ഇൻ പ്രിൻസിപ്പൽ ഫണ്ട് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ പ്രാദേശികമായിട്ട് വരുന്നൊരു പ്രശ്നം, ആളുകൾ അറവുശാലയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൃഗങ്ങൾ അറുത്ത് കൊണ്ടുപോകുന്നതിനും മറ്റും അതിൻ്റെ പ്രായോഗികമായിട്ടുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. അതൊരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ സിമ്പിളാണ്, നടപ്പിലാക്കാൻ കഴിയും. മാത്രമല്ല ഞാൻ ഉറപ്പ് കിട്ടേണ്ടത് അത് പ്രാദേശികമായി അവിടെ അറവുശാല തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചെറിയ എതിർപ്പൊക്കെ ഉണ്ടാവും മാലിന്യ സംസ്കരണ പദ്ധതിയിലാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ കൗൺസിലിൻ്റെ തൊട്ട് മുമ്പത്തെ കൗൺസിലാണ് അതിന് ലാൻഡ് വാങ്ങിയത്. ആ ഭൂമി ഞാൻ വന്ന ഉടനെ തന്നെ ഗവൺമെൻറ്റിലെ ഒരു സ്കീം വന്ന സമയത്തിന് പ്രോജക്റ്റ് കൊടുത്തു. പ്രോജക്റ്റ് തത്വത്തിൽ അംഗീകരിക്കപ്പെടുകയും 20 കോടിയോളം രൂപ അതിനകത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന സമയം. പിന്നെ നഗരപ്രദേശങ്ങളിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള മാലിന്യ പ്രശ്നം മലപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ മറ്റ് സിറ്റികളിലൊക്കെ മലപ്പുറം ജില്ലയിലെ മറ്റ് നഗരസഭകളിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും. പിന്നെ പൂർത്തിയായ പദ്ധതികൾ നമുക്ക് ഒരു തലക്കം നിന്ന് തുടങ്ങിയാൽ ഞാൻ പറഞ്ഞ 38 തോടും പൂർത്തിയായതാണ്. ഈ എൻ്റെ വാർഡ് തൊട്ട് മുമ്പ് നിൽക്കുന്ന ഇരിയിൽ കാടേരിമുക്ക് പിന്നെ ആചേർപള്ളി സദ്ഭവ മണ്ഡപ്, അത് യഥാർത്ഥത്തിൽ PMGVK എന്നാണ് പ്രൈം മിനിസ്റ്റർ യോജന കാര്യക്രമം എന്നാണ് പ്രോജക്റ്റാണ്. ഇന്ത്യയിൽ ആകെ 44 പ്രോജക്റ്റിൽ 4 മലപ്പുറം മുനിസിപ്പാലിറ്റിയിലാണ്. ആ പ്രോജക്റ്റ് അതിൽ ഇൻഡോർ സ്റ്റേഡിയം കം കോംപ്ലക്സ് ആണ്. ആ പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് തന്ന പണവുമായി ബന്ധപ്പെട്ട എല്ലാ എലമെൻറ്റും പൂർത്തിയായി. ഇനി കുറച്ച് മുനിസിപ്പാലിറ്റിയുടെ പൈസ കൊടുത്ത് പൂർത്തിയാക്കാനുള്ളതുണ്ട്. അതിൻ്റെ ടെൻഡർ ഉൾപ്പെടെയുള്ളത്, കരാർ ഉൾപ്പെടെയുള്ളത് കൊടുത്ത് ഫിനിഷിംഗ് സ്റ്റേജിലെത്തിയപ്പോഴേക്കാണ് നിങ്ങൾ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ 2 പ്രതിനിധികളും പറഞ്ഞു വികസനത്തിൻ്റെ കാര്യം. ഏതായാലും കേന്ദ്ര പദ്ധതി, കേന്ദ്ര ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു പ്രഖ്യാപിച്ചിട്ട് ഇവിടെ 2011 അതിന് 11 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. 2021-22 22-23 18 കോടി കിട്ടിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. 23-24 1000 രൂപ കിട്ടിയത്. 24-25 21 കോടി 40,19,000 ഉറുപ്പ് കിട്ടിയിട്ടുണ്ട്. 25-26 10 കോടി 9,80,000 രൂപ. അങ്ങനെ 60.5 കോടി കിട്ടിയ ഒരു പദ്ധതി ഒരു കൈക്കോട്ട് മണ്ണ് മാത്രം കോരിയെടുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അത് തന്നെ അതിന് വെച്ച ഫണ്ട് എത്ര അറിയോ? 7.5 കോടി, 4.5 കോടി എന്ന് പറഞ്ഞു, പിന്നെ അത് 7.5 കോടി എന്നും. ഈ പ്ലാക്കൽ മുതൽ കടലുണ്ടിപ്പുഴ വരെ ഈ മലപ്പുറം നഗരത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെയുള്ള പദ്ധതിയാണ് വലിയ തോട്. ഈ വലിയ തോട് പദ്ധതി ഇന്ന് വരെ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഇത് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു കൈക്കോട്ട് മണ്ണ് വാങ്ങി ഉദ്ഘാടനം നടത്തി ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് എതുണ്ട്. എന്താണ് മറുപടി? വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് അവിടെ വീട്ടുകാര്. 100 കണക്കിന് വീടുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇത് എത്ര പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അറിയോ? പക്ഷെ അനങ്ങിയിട്ടില്ല. ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് കാര്യമില്ല, ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം. സുന്ദരേട്ടനെ കുറിച്ചുള്ള ധാരണ കുറവാണ്. കാരണം ഈ പ്രോജക്റ്റിൽ ഒപ്പുവെച്ച ആളാണ് ഞാൻ. ഈ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫണ്ട് ധാരാളം പാസ്സായിട്ടുണ്ട് എന്നല്ല പറയുന്നത്, വലിയ തോട് എന്ന രീതിയിലല്ല. ഇവിടെ നേരത്തെ CPM-ൻ്റെ പ്രതിനിധി ശ്രീ ഫൈസലും പറയുണ്ടായി, എല്ലാ നഗരസഭകൾക്കും കിട്ടിയ ഫണ്ടല്ല. കേരളത്തിൽ കോർപ്പറേഷൻ ഒഴികെ നഗരസഞ്ചയം ലീഡ് ചെയ്യുന്നത് മലപ്പുറം നഗരസഭ മാത്രമാണ്. മലപ്പുറം നഗരസഭയുടെ കീഴിൽ 43 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. വേറെ ഒരു മുനിസിപ്പാലിറ്റിക്കും കേരളത്തിൽ കിട്ടിയിട്ടില്ല. നമ്മളുടെ മലപ്പുറം നഗരസഭയെ മേജർ ഇംപ്ലിമെൻറ്റിംഗ് സ്ഥാപനമായിട്ട് മറ്റുള്ള സ്ഥാപനങ്ങൾ കൂടി കൊടുക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരി. മറ്റൊന്ന്, ഈ പറഞ്ഞ നഗരസഞ്ചയം പദ്ധതി ശ്രീ സുന്ദരേട്ടൻ പറഞ്ഞ സംഗതി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 3 മേഖലയിൽ മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, അതുപോലെ നമ്മുടെ വാട്ടർ ബോഡി റിജുവിനേഷൻ, ഈ പഴയ നമ്മുടെ ജലസ്രോതസ്സുകളുടെ നവീകരണം, ഈ ഏരിയക്ക് തന്ന പൈസയാണ്. വലിയ തോടിൽ പ്രോജക്റ്റ് വെച്ചത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വലിയ തോടിന് പ്രോജക്റ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിച്ചതാണ് ഏതൊക്കെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം.
ഞാൻ 68 കോടി പറഞ്ഞത് ശരിയാണ്. നമ്മൾ പണം അതിനകത്തേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ വെച്ചു. പക്ഷേ അങ്ങനെ ഓരോ വർഷം വരുന്ന തുകയല്ല, അത് അതിൻ്റെ ഒരു ഘടനയെക്കുറിച്ചുള്ള ധാരണ കുറവുകൊണ്ടാണ്. ഗവൺമെൻറ് ധാരണക്കുറവും പറയാൻ പറ്റില്ല. കാരണം വിവരാവകാശ പ്രകാരം എനിക്ക് തന്ന രേഖയാണ്, ആ രേഖ അവിടെ കയ്യിലുണ്ട്, ഞാനത് കൊണ്ടുവന്നതാ. കാരണം എന്താ വെച്ചാൽ ജനങ്ങളത് അറിയണം. ഇത് വെള്ളപ്പൊക്കം അനുഭവിക്കണം, ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ ഇവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്, അവരിത് അറിയണ്ടേ? ഇപ്പം നഗരസഞ്ചയം പദ്ധതി പറഞ്ഞു, നഗരസഞ്ചയം 200 കോടിയോളം രൂപ വന്നിട്ടുണ്ട്. അത് ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, കേരളത്തിൽ 1500 കോടി രൂപ ഈ നഗരസഞ്ചയം പദ്ധതി പ്രകാരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നഗരസഞ്ചയം പറഞ്ഞ് ഇപ്പോൾ പദ്ധതി മാറ്റുന്നതിന് അർത്ഥമില്ല. ഞാനിതാ ഈ 1 മാസം മുമ്പ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ വിവരാവകാശം രണ്ടാമത് വാങ്ങിയത്. പറയാം എന്താ വെച്ചാൽ ഞാൻ ധാരണക്കുറവ് എന്ന് പറഞ്ഞാൽ ധാരണക്കുറവ് തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ പ്രോജക്റ്റിന് മുനിസിപ്പാലിറ്റിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. കർശനമായ റിജിഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൈസ തരുമ്പോൾ. അതിനകത്തൊരു പ്രൊവിഷൻ തന്നു, നിലവിൽ പ്രോജക്റ്റുകൾ തുടക്കം കുറിക്കാത്തതുണ്ടെങ്കിൽ അത് ആനുപാതികമായിട്ട് വേറെ പ്രോജക്റ്റിലേക്ക് മാറ്റാനുള്ള പ്രൊവിഷൻ ഗവൺമെൻറ് തരുമ്പോഴാണ്. അല്ലാതെ നമുക്ക് വലിയ തോടിന് തന്ന പൈസ വലിയ തോട് എന്ന പേരിൽ വേറെടുത്തേക്ക് മാറ്റാൻ കഴിയില്ല. ഇത് നമുക്ക് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ പദ്ധതിക്ക് ആവശ്യമായ ഭേദഗതി വരുത്താമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഞാൻ തന്നെ ഡൽഹിയിൽ ഇതിൻ്റെ ഡയറക്ടർ ജനറൽ പോയി കണ്ടതാണ്, അവരെ അനുമതി തരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പിന്നെ നടക്കാൻ പ്രായോഗികമായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഈ വാട്ടർ ബോഡി മാറ്റുമ്പോൾ വാട്ടർ ബോഡിയിലേക്ക് മാറ്റാൻ പറ്റും. വലിയ തോടി മാറ്റുമ്പോൾ അത് വേറെ ഇതിലേക്ക് മാറ്റാൻ പറ്റില്ല, തോടിൻ്റെ വേറെ ഇതിലേക്ക് മാറ്റാമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ 2 വില്ലേജിലും സർവേ കഴിഞ്ഞിട്ടുണ്ട്, മലപ്പുറം വില്ലേജും പാണക്കാട് വില്ലേജും. നമ്മൾ ആ പദ്ധതി തുടക്കം കുറിച്ചിട്ടുമുണ്ട്. കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിന്, നമ്മൾ ഉദ്ഘാടന പ്രവർത്തനത്തിന് കൈക്കോട്ടല്ലാതെ ഉദ്ഘാടനത്തിന് നമുക്ക് വന്നിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനകത്ത് പിന്നെ അലൈൻമെൻറ്റ് ഉൾപ്പെടെ ശ്രീ സുന്ദരേട്ടൻ തന്നെ അതിൻ്റെ കൂടെ ആ തോട് മുഴുവൻ നടന്ന ആളാണ്. അവർക്കറിയാം എത്രമാത്രം അതിനകത്ത് എന്തുണ്ട്, കയ്യേറ്റം ഉൾപ്പെടെ ഉള്ളതുണ്ട് എന്നുള്ളത്. അത് തോടിൻ്റെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് എത്രയോ തവണ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആ വലിയ തോട് പദ്ധതി നടക്കും. അത് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഫസ്റ്റ് ഫേസ് 7 കോടി രൂപയുടേത് ചെത്തുപാലം നമ്മുടെ പാലം മുതൽ ഇങ്ങോട്ട് ആരംഭിക്കാൻ പോവാണ്. അത് നമുക്ക് പിന്നെ പിലാക്കൽ വരെ എത്തിക്കാം. ഇനിയും നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ഫണ്ട് കൊണ്ടുവരാൻ കഴിയും. ഞാൻ അതിന്റെ പ്രപ്പോസൽ ഡൽഹിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് തുടർന്ന് മലപ്പുറം നഗരസഭയുടെ വികസനത്തിന് സംസ്ഥാന ഭരണത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് താങ്കൾക്ക് നിങ്ങളെ LDFന് ഇവിടെ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇതിൽ ഈ നഗരസഞ്ചയം മാറ്റിവെച്ചാൽ ഏത് കേന്ദ്ര പദ്ധതിയും 60% സെൻട്രും 40% സ്റ്റേറ്റുമാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആരും പറയണില്ലെന്ന് മാത്രം. അതുപോലെ ഇവിടെ വരുന്ന പദ്ധതി പണങ്ങളൊക്കെ സ്റ്റേറ്റിൻ്റെയാണ്. എന്താ മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോഴത്തെ അവസ്ഥ? ഈ 5 വർഷത്തിൽ ഏറ്റവും വരുമാനം കുറഞ്ഞ നഗരസഭയാണ് മലപ്പുറം നഗരസഭ. വരുമാന വർധനന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആ മാർക്കറ്റ് കോംപ്ലക്സ് നോക്കി, അതിനോട് ബന്ധപ്പെട്ട് 5 ലക്ഷം രൂപയാണ് ഒരു മാസം വരുമാനം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ലേറ്റസ്റ്റ് 75 ലക്ഷം രൂപയാണ് ആകെ മലപ്പുറം നഗരസഭയുടെ അക്കൗണ്ടിലുള്ളത്. അത് 80 ലക്ഷം രൂപ വേണം ഒരു മാസം ശമ്പളം കൊടുക്കണമെങ്കിൽ. ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആനുപാതികമായി വരുമാനം വർദ്ധിക്കുന്നൊരു പദ്ധതി. എന്നാൽ ഈ ചെലവ് സാധാരണക്കാരന് ഗുണകരമായ, ഇപ്പോൾ വീടില്ലാത്തവന് വീട് കൊടുക്കുന്നൊരു പദ്ധതി, ഒരു പ്രൊജക്റ്റ് ഈ മലപ്പുറം നഗരസഭയ്ക്ക് വെക്കാൻ സാധിച്ചിട്ടില്ല. അത് വലിയ പോരായ്മയല്ലേ? ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് തയ്യാറായി വരുമ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാവാൻ കഴിയുന്നില്ല. ഇതുപോലെ എന്താ പറയുക, ഇപ്പോൾ പൂർണ്ണമായി മുജീബിൻ്റെ കാലത്ത് അദ്ദേഹം അധികാരിയായിരിക്കുന്ന സമയത്ത് തുടങ്ങി അവസാനിച്ച ഒരേ ഒരു പദ്ധതിയുള്ളൂ, അത് പുളിയേറ്റുമല പദ്ധതിയാണ്. അത് 100% സ്റ്റേറ്റ്. ഭവനരഹിതർക്ക് ഒരു വീട് വെക്കാനുള്ള ഒരു പദ്ധതി ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അത് ഏത് മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നത് എനിക്കറിയില്ല. മലപ്പുറം നഗരസഭയിൽ നിലവിൽ അപേക്ഷ നൽകിയ ഒരൊറ്റ വീട് കൊടുക്കാൻ ബാക്കിയില്ല. ഞാൻ പറയാം, സ്ഥലമില്ലാത്ത കൊടുത്തിട്ടില്ല. ഈ കൂടി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വീട് കിട്ടിയവരുണ്ടാവും. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, 100% സ്ഥലമില്ലാത്തവർക്ക് ഈ കേരള സംസ്ഥാനത്തിനകത്ത് സ്ഥലവും വീടും ഇല്ലാതെ സ്ഥലമില്ലാത്തവർക്ക് കൊടുക്കാൻ നിങ്ങളൊന്ന് കാണിച്ചിട്ട് പദ്ധതി കാണിച്ചിട്ട് മലപ്പുറം മുനിസിപ്പാലിറ്റിക്കകത്ത് ബഹുമാനപ്പെട്ട ചെയർമാൻ നഗരസഭക്കകത്ത് പറഞ്ഞിട്ടില്ല, കൗൺസിൽ പറഞ്ഞിട്ടില്ല. എന്റെ ഒരൊറ്റ ചോദ്യം, ഏതെങ്കിലും ഒരു അപേക്ഷകൻ വീട് കിട്ടാത്തത് ഈ നഗരസഭയിലുണ്ട്? അതല്ലല്ലോ വർത്താനം. ലൈഫ് എന്ന പദ്ധതി ഈ കേരളത്തിനകത്ത് 4,76,000 കുടുംബങ്ങളുടെ പണി പൂർത്തിയായി. 5,26,000 പൂർത്തിയാവാൻ കിടക്കണം. അത് കേരള സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഭാഗമാണ്. ഞാൻ എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. വീടും സ്ഥലവുമില്ലാത്ത ഈ നാട്ടിലെ സാധാരണക്കാരന് കൊടുക്കാൻ ഒരു പദ്ധതി എവിടെയാണ്? PMAY പദ്ധതി പ്രകാരം
4 ലക്ഷം കൊടുക്കുന്നതിൽ 2 ലക്ഷം നഗരസഭയുടെ തുകയാണ്, നഗരസഭയാണ് കൊടുക്കുന്നത്. ബാക്കി 2 ലക്ഷം സെൻട്രൽ സ്റ്റേറ്റ് പിന്നെ അവരുടെ കോൺട്രിബ്യൂഷനാണ്. നിങ്ങൾക്കറിയോ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്റെ ചോദ്യമാണ്. ആളുകളെ പറ്റിക്കുന്ന പ്രധാനമന്ത്രി ആകെ 1 ലക്ഷമായി 4,76,000 ആകെ 1 ലക്ഷം ആളുകൾക്ക് 72,000 തരാന്ന് പറയല്ല, മറ്റൊന്നും കൊടുത്തിട്ടില്ല. എന്റെ ഒരു ചോദ്യം അതും കറക്റ്റാണ്, അത് കറക്റ്റാണ്. ഏതാ അറിയോ, ഞങ്ങൾ കൊടുക്കേണ്ട 2 ലക്ഷം കൊടുത്തു, ഇനി തരേണ്ട ഇവർ 2 കൂട്ടരുമാണ്. ഇവരുടെ തരാത്തതിന് നമ്മൾ സ്റ്റേറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. സ്റ്റേറ്റ് വരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിനകത്ത് ഇവിടെ കണ്ടല്ലോ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് നേരിട്ട് ബന്ധം ആർക്കാന്ന് കണ്ടല്ലോ. ഈ കേരളത്തിന് വലിയ ബന്ധം പെരുക്കാമല്ലോ. കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞാല് ഈ കേരളത്തിനകത്ത് ഇന്ന് വീട് കൊടുക്കാൻ സാധിച്ചത് ഈ രാജ്യത്ത് തെളിവാണ്. ലൈഫ് ബോധത്തിന് വീട് കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ പരിശോധിക്ക്. നിങ്ങൾ തന്നെ അഭിമാനപൂർവ്വം പറയുന്നുണ്ടല്ലോ ഈ പദ്ധതി വന്നത് എങ്ങനെ. ഈ കേരളത്തിനകത്ത് 4,76,000 ചില്ലാന വീടുകൾ ഇന്ന് പൂർണ്ണമായി കുടിയിരുന്ന് കഴിഞ്ഞു, താമസം മാറി കഴിഞ്ഞു. 5,26,000 പൂർത്തിയാകാൻ പോകുന്നു. 5 ലക്ഷമേ വാഗ്ദാനമുള്ളൂ. അതിനകത്ത് സ്റ്റേറ്റിന്റെ വിഹിതമുണ്ട്, അതിനകത്ത് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ വിഹിതമുണ്ട്, അതിനകത്ത് ഒരു വിഭാഗത്തിന് സെൻട്രൽ വിഹിതമുണ്ട്. ഇത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല പദ്ധതി, ആ പദ്ധതി അങ്ങനെയല്ല. അത് 5 വർഷം ചുമതല സ്ഥലമില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഒരു നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അതല്ല, അവാസ്തവാണ്. ഇതെങ്ങനെയാ അറിയോ ഈ പദ്ധതി PMAY എങ്ങനെയാണെന്ന് അറിയോ? ബഹുമാനപ്പെട്ട വീട് കൊടുക്കാൻ എന്താണ് മലപ്പുറം മുനിസിപ്പാലിറ്റി തൊട്ടടുത്ത് പെരിന്തൽമണ്ണ പോയി നോക്കിക്കോളി, കോഴിക്കോട് പോയി നോക്കിക്കോളി, വളാഞ്ചേരിയിലും പദ്ധതിയുണ്ട്. എവിടെ ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് എന്താണ് തടസ്സം? അതായത് സ്ഥലമില്ലാത്ത നഗരസഭയിൽ വീടിനുള്ള പദ്ധതി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന PMAY. അത് പ്രകാരം ഒരു വ്യക്തിക്ക് 4 ലക്ഷം രൂപ കൊടുക്കും. സാധാരണ മുനിസിപ്പാലിറ്റികൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ 2 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി കൊടുക്കണം എന്നുള്ളതുകൊണ്ട് സാധാരണ മുനിസിപ്പാലിറ്റികൾ ബാക്കിലേക്ക് നിൽക്കും. കാരണം എന്താ പറയുക, സ്വന്തം പൈസ വേണം അതിന് കൊടുക്കാൻ, മുനിസിപ്പാലിറ്റിയുടെ പൈസ. ഈ സ്റ്റേറ്റും സെൻട്രലും കൂടി പറഞ്ഞു മുഴുവനാക്കാൻ ഞാൻ ക്ലിയർ ആക്കി തരാം. ഇവിടെ നികുതി നാട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് ആ അളവ് കിട്ടിയിട്ടുണ്ടോ? 2.5 കോടി. അതായത് ഇത് പ്രകാരം നിലവിൽ ഒറ്റ അപേക്ഷ മുനിസിപ്പാലിറ്റിയിൽ പെൻഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയും. ഒരു അപേക്ഷ ഇവിടെ ഒരപേക്ഷ 2,800-ലേറെ വീടാണ് PMAY പ്രകാരം ഒറ്റ വീട് ബാക്കിയില്ല. ഒറ്റ വീട് കേരളത്തിലായ മലപ്പുറം മുനിസിപ്പാലിറ്റി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളും ഈ കേരള ഗവൺമെന്റ് മുൻവെച്ച് ഈ വീട് കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടി പറയാം. ഗവൺമെന്റ് ഭേദഗതി വരുത്തി. സ്റ്റേറ്റും ഈ BJP-യും CPM-ഉം തമ്മിൽ ഇപ്പൊ സ്റ്റേറ്റിൽ സെൻട്രലും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി ഇപ്പൊ ആ പദ്ധതി കേന്ദ്രം സ്റ്റേറ്റ് ഒപ്പിടാത്തതിനാൽ അടുത്ത ഫിനാൻഷ്യൽ റൂട്ട് 6 ലക്ഷമാണ് കൊടുക്കാൻ പോകുന്നത്. 6 ലക്ഷം അടുത്ത ഫിനാൻഷ്യൽ. ഇത് ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോ എനിക്കിവിടെ തന്ന മുനിസിപ്പൽ സെക്രട്ടറി തന്ന ലിസ്റ്റാണിത്, കണക്കാണ്, വിവരാവകാശ രേഖ. അതിൽ പറഞ്ഞത് ഞാനിപ്പോൾ ഈ വലിയ തോടിൻ്റെ ഒന്നുകൂടി എടുക്കണേ, 60.5 കോടി കൊടുത്തിട്ട് ഞാനത് ചോദിച്ചിരുന്നു, ഇത് വക മാറ്റിയിട്ടുണ്ടോ? അപ്പൊ വക മാറ്റിയിട്ടില്ലെങ്കിൽ ഈ ഫണ്ട് എവിടെ പോയി? 60.5 കോടിയിൽ ബാക്കി എവിടെ പോയി? ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ മാറ്റം എന്താണെന്നുള്ളത്. അങ്ങനെ അടിസ്ഥാനപരമായി നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നം അതിപ്പോഴും മറുപടി ഇട്ടിട്ടില്ല. അല്ല, അത് അവിടെ നിൽക്കട്ടെ. ഈ ഒരു വിഷയം മാത്രം സംസാരിച്ചു നമുക്കിവിടെ നമ്മൾ പറയാം, നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു നാടാണ് നമ്മുടെ മലപ്പുറം ജില്ല. ഈ ഫുട്ബോൾ പ്രേമികൾക്ക് നല്ലൊരു ഹൈടെക് സ്റ്റേഡിയം നമ്മൾ നഗരസഭയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്റ്റേഡിയത്തിന്റെ കാര്യം ഞാൻ പറയാം.
സ്പോർട്സ് കൗൺസിൽ ഇവരുടെ നേതാക്കന്മാരാ. ഞാൻ ആ സ്പോർട്സ് കൗൺസിലിന്റെ അടുത്ത് ആ കോട്ടപ്പടി സ്റ്റേഡിയം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ എന്താ പറഞ്ഞറിയോ, പുല്ല് കേട് വരുമെന്ന്. പുല്ലാണോ വലുത് പന്തളിയാണോ വലുത്? ഇതിന്റെ ഉത്തരവാദിത്തം പറഞ്ഞ CPM ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധികാരം അധികാരത്തിൽ വന്നാൽ സാധാരണ വരെ മുസ്ലിം ലീഗാ ഭരിക്കുന്നത്. എന്താ ഇത്രയും കാലത്തെ സ്നേഹം? എന്താ സ്നേഹം? മലബാർ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ചെയ്യാൻ കഴിഞ്ഞു. ചെയ്യാൻ കഴിയാതെ നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. സാധാരണക്കാരുടെ ഒരുമിച്ച് പറയുമ്പോഴേ ആർക്കും ഒന്നും മനസ്സിലാവില്ല. കൃത്യമായിട്ട് പറയും. നിങ്ങൾ ചോദിച്ച പ്രസക്തമായ ചോദ്യമാണ്. എത്രയോ ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉണ്ടായത് മലപ്പുറത്താണ്. പഴയ കവാത്ത് പറമ്പ് എന്ന് പറയുന്ന കോട്ടപ്പടി ഗ്രൗണ്ട് പണ്ട് നമ്മളുടെ കയ്യിലായിരുന്നു. ഇത് സ്പോർട്സ് കൗൺസിൽ പറഞ്ഞു നവീകരിക്കാം എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് കൗൺസിലിന് കൈമാറിപ്പോയി. കൈമാറിയത് കൊണ്ടുണ്ടായ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരളോത്സവത്തിന് ഒരു ദിവസം ഫുട്ബോൾ നടത്താൻ പോലും ചോദിച്ചാൽ പറയും പുല്ല് കേട് വരുന്നു. അപ്പോൾ അത് പുൽത്തകിടി കൊണ്ടെടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പോളിസി. പന്ത് കളി നടത്തുക എന്നുള്ളതല്ല. കൃത്യമായി കിട്ടുന്നുണ്ട്. കേരളോത്സവത്തിന് ഡാൻസും ഗ്രൗണ്ട് കിട്ടൂല. കോട്ടപ്പടി ഗ്രൗണ്ട് ഞാൻ അനുഭവസ്ഥനാണ്. കോട്ടപ്പടി ഗ്രൗണ്ട് തുറക്കുന്ന പ്രശ്നമല്ല. ഇവര് പറഞ്ഞാൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്തത് ആളുകൾക്ക് വീട് കാണാൻ വർത്താനം. ഞാൻ ഒറ്റ കാര്യം 6 മാസം കൊണ്ട് കേരളത്തിൽ UDF അധികാരത്തിൽ വരും. നന്നാക്കാൻ കോട്ടപ്പടി ഗ്രൗണ്ട് സാധാരണക്കാർക്ക് തുറന്നു കൊടുത്തിരിക്കും. 6 മാസം കഴിയട്ടെ, കേരളത്തിൽ ഭരണമാറ്റം വരും, UDFന്റെ മന്ത്രി വരും, നമ്മുടെ മുഖ്യമന്ത്രി വരും, നമ്മുടെ മന്ത്രിമാരുണ്ടാവും, തുറന്നു കൊടുക്കും. ഒരു സംശയം വേണ്ട. നമ്മളുടെ ഏറ്റവും വലിയ അജണ്ടയാണ്. ഒരു സംശയം വേണ്ട. ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ മലപ്പുറം മുതൽ MP വരെ ഭരിക്കുന്ന മുസ്ലിം ലീഗ ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ ഈ മേൽമുറിയിൽ എത്ര പേരുണ്ട് വീടിന് സ്വപ്നം നടക്കുന്നത്? ആ സ്വപ്നത്തിന് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. രണ്ട് എൻ്റെ അപ്പുറത്ത് LDF UDF ഉണ്ട്. ഇവര് നിങ്ങളെ മുമ്പിൽ ഇപ്പൊ ഈ തല്ലുവിടുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ പറയാതെ മുനിസിപ്പാലിറ്റിയിൽ ഇവർ രണ്ടു കൂട്ടരും ഒപ്പലിരിക്കണേ. എന്തുകൊണ്ട് ഈ വികസനത്തെ കുറിച്ച് പറയുന്നില്ല? ഈ മലപ്പുറത്ത് എന്ത് വികസനമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്? ഇത്ര കാലമായിട്ട് മാറി മാറി ഭരിച്ചില്ലേ? കുന്നുമ്മൽ വന്നിറങ്ങി കഴിഞ്ഞാൽ ജില്ല, മലപ്പുറം ജില്ല ഉണ്ടായിട്ട് എത്ര കൊല്ലായി? ഒരു ഹോസ്പിറ്റല് മലപ്പുറത്ത് ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ഇന്നും ഒരു താലൂക്ക് ഹോസ്പിറ്റൽ എന്നുള്ളതല്ലാതെ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ? 9.72 കോടി രൂപ 9.72 കോടി രൂപ കേന്ദ്രം കൊടുത്തിട്ട് 4-5 കൊല്ലം അത് എന്ത് അടയിരുത്തോ? അടയിരുത്തിയിട്ട് ഇപ്പൊ ജനങ്ങള് ആശുപത്രിയുടെ വിഷയമാണ്. ആശുപത്രി യഥാർത്ഥത്തിൽ ചെലവാക്കണം. മറുപടി പറയട്ടെ. ആശുപത്രിയുടെ കേസ് ഒരു മിനിറ്റ് ആശുപത്രി ഒരു മിനിറ്റ് BJP ഏതായാലും BJP തന്നെ ഇന്ത്യ രാജ്യം ഭരിക്കണേ. അത് ഓർത്താ മതി. ഇന്ത്യ രാജ്യം ഭരിക്കണ BJP. അതുകൊണ്ട് തന്നെയാണ് ഇത്ര 8 മന്ത്രിമാരെ ഇവിടെ അയച്ചില്ലേ? 8 മന്ത്രിമാരെ അയച്ചിട്ട് എന്താ മലപ്പുറത്തിന് കിട്ടിയത്? നരേന്ദ്രമോദി വികസനമാണ്. മറുപടി പറയട്ടെ. ഈ ആശുപത്രിയുടെ കേസ്, ആശുപത്രിയുടെ വിഷയം പറയും. മലപ്പുറം ഒന്നും പോകണ്ട. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോയാൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ആശുപത്രി ഉണ്ട്, ആലത്തൂർപടി ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ. അവിടുന്ന് അങ്ങോട്ട് പോകണ്ട.
ഒരു 1.5 കിലോമീറ്റർ പോയാൽ 27 ഉണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ, ഒരു 6 കിലോമീറ്റർ ഇങ്ങോട്ട് പോയാൽ കാട്ടുങ്കല്ലുണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ. 3ഉം കൊണ്ടുവന്നതും ഉദ്ഘാടനം ചെയ്തതും സ്ഥാപിച്ചതും ഈ വിനീതനായ ഞാൻ ചെയർമാനായി കാലഘട്ടത്തിൽ. മലപ്പുറത്തും കൂടി പറഞ്ഞാലേ അതിനാൽ ഇന്ന് മലപ്പുറത്തും ഒരു പ്രധാനപ്പെട്ട കൂടി പറഞ്ഞേ ഒരു health center ഫണ്ട് വന്നിട്ട് അല്ല ഇത്രയും കാലം അവിടെ ഇരുന്നു അതും കൂടി പറയണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മലപ്പുറത്ത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് 2021 ഈ ഫണ്ട് വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ 2025 വരെ ഒരു സംഗതി നടക്കാതെ പോയത്? ചെയർമാൻ അങ്ങനെ ഒഴിഞ്ഞു കളഞ്ഞിങ്ങനെ നേരത്തെ വീടിന്റെ കാര്യം പറഞ്ഞപ്പോ അത് ക്ലിയർ ചെയ്ത് തരാം. PMGVK എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആശുപത്രിക്കുള്ള ഫണ്ട് കേരളത്തിൽ കിട്ടിയ 2 ആശുപത്രിക്കേ ഉള്ളൂ. അത് ഒന്ന് നല്ല സുരേഷ് ഗോപി ഡയലോഗ് അടിച്ചിരുന്നു, വടകര ഊളാരെങ്കിൽ ചെയ്യുന്ന 2ാമത് മലപ്പുറം താലൂക്ക് ആശുപത്രിക്കാണ്. 2 ആശുപത്രിക്ക് അവിടെ പറയുന്നേക്കും ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു മുഴുവനാക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ആയുർവേദ ആശുപത്രിക്ക് 9 കോടിയും കിട്ടി, താലൂക്ക് ആശുപത്രിക്ക് 10 കോടിയും കിട്ടി. ആ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയപ്പോൾ കലക്ടർക്ക് ഞാൻ ഇതിൻ്റെ TSനും വേണ്ടി പ്രൊപ്പോസൽ കൊടുത്ത സമയത്ത് കലക്ടർ പറയാണ്, ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലമാണ്, പഴയ കാലത്ത് ഗവൺമെൻറ് കോളേജായിരുന്നു നമ്മുടെ താലൂക്ക് ആശുപത്രി, സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്, ഞങ്ങളുടെ ഭൂമിയാന്നുള്ള രേഖ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യും? മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് വന്നപ്പോൾ MLA ഞാനും പറഞ്ഞു, ഇത് എത്രയോ കൊല്ലങ്ങളായിട്ട് താലൂക്ക് ആശുപത്രിയാണ്, ഇനി ഇത് വിദ്യാഭ്യാസത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഈ പദ്ധതി നിങ്ങൾ മുടക്കരുത്. വീണ ജോർജ് മന്ത്രി എന്നോട് പറഞ്ഞു, ഹെൽത്ത് ഡയറക്ടറും കൂടെ ഉണ്ട്, ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയാൽ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാക്കി തരാം. ഞാൻ അതിനുശേഷം നിരന്തരം തിരുവനന്തപുരത്ത് ചെല്ലും, MLA ചെല്ലും. അപ്പോൾ അവർ പറയുന്നത് സാങ്കേതികമായ ഒരു മിനിറ്റ് പറഞ്ഞു മുഴുവനാക്കട്ടെ. സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ഓരോ കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മടക്കും. അവസാനം അബ്ദുറഹ്മാൻ മന്ത്രിക്കാണ് മലപ്പുറം ജില്ലയുടെ ചുമതല. മന്ത്രി ഒരുക്ക വന്ന സമയത്ത് ഇത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കൂടി വന്ന ഫണ്ടാണ്. അതായത് PMGVK എന്ന് പറഞ്ഞ പദ്ധതി സംസ്ഥാനത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ IAS ഉദ്യോഗസ്ഥ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഇത് അനാവശ്യമായി കാലതാമസം വരുത്തി ഈ ഹോസ്പിറ്റൽ നിങ്ങൾ നശിപ്പിക്കരുത്, ഇത് കൊണ്ടുവരാൻ ഞങ്ങളതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവന്ന പണമാണ്. ഈ ആശുപത്രിയുടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് ഇനി NOC പറഞ്ഞ് ദീർഘിപ്പിക്കരുത്. ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണമായിട്ടും ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കേണ്ട ചുമതല മലപ്പുറം മുനിസിപ്പാലിറ്റി ഈ ചെയർമാൻ കൃത്യമായി ബോധ്യം ഈ ഇരിക്കുന്ന ആളുകളെ ഫെബ്രുവരി സംസ്ഥാന ഗവൺമെന്റ് അതുപോലെ താമസം മറ്റേ പൂർണ്ണമായിട്ടും കൊടുക്കേണ്ട ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്കാണ്. ആ മുനിസിപ്പാലിറ്റി അത് ചെയ്യാതെ ഇത്രയും കാലം നീട്ടിക്കൊണ്ടു പോയിട്ട് ഇപ്പൊ ന്യായം പറഞ്ഞ കാര്യം അല്ല. ആശുപത്രിയുടെ സാങ്കേതികത്വം പറഞ്ഞതിന് കേരളത്തിൽ 2 ആൾക്കേ ഉത്തരവാദിത്തമുള്ളൂ. ഒന്ന് വീണ ജോർജിനും മറ്റൊന്ന് അബ്ദുറഹ്മാൻ മന്ത്രിക്കും. മൂന്നാമതൊരാളില്ല. 2021 പ്രപ്പോസൽ വെച്ച് 2024 വരെ അതിന്റെ മോള് കയറിയിരിക്കുക. അത് ഒരേ ഒരു മാസം കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണമായി കേരളം മാറി മാറി ഭരിച്ചിട്ട് ഈ 2 കൂട്ടരും തന്നെയാണ് മാറി മാറി ഭരിച്ചത്. എന്നിട്ട് അതിന്റെ ഒരു പേപ്പർ, അതിന്റെ ഒരു കേന്ദ്രത്തിനകത്ത് ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരൻ അറിയാം. ഈ നാട്ടിലെ സാധാരണക്കാരന് BJPയുടെ നിലപാടുകൾ അറിയാം. അവരെന്താണ് ചെയ്യുന്നത്, എവിടേക്കാണ് പണം പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നമുക്ക് നമ്മളുടെ കോട്ടപ്പടി ബസ് സ്റ്റാൻഡ്, ഈ കോട്ടപ്പടി ബസ് സ്റ്റാൻഡിന്റെ ആധാരം ഇല്ല, ആധികാരികത ഇല്ല. അത് ആരെടുത്താണ് പേപ്പർ എന്നുള്ള മുനിസിപ്പാലിറ്റിന്റെ രേഖയിൽ ഇല്ല എന്നുള്ള റിപ്പോർട്ട് മുനിസിപ്പൽ സെക്രട്ടറി തന്നിട്ടുണ്ട്. അറിയോ? ഇന്ന് ഇനി അതിന് സാങ്കേതികത്വം
ഒരു നഗരസഭക്ക് ഭൂമി കിട്ടല് ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ധാരണ കുറവാണ്. മന്ത്രിസഭാ യോഗം ചേർന്ന് ഭൂമി തരാൻ തീരുമാനിച്ചാൽ അതിന് ആധാരം ഉണ്ടാവില്ല, അതിന് മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് സുന്ദരേട്ടോ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കല്ലേ, കാര്യങ്ങൾ അറിയാതെ എന്തെങ്കിലും പറയല്ലേ. ഭൂമി എങ്ങനെ ഉണ്ടാവുക അറിയാം? ഭൂമി വാങ്ങണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് തരാൻ ഒരാളും ഏറ്റുവാങ്ങാൻ മുനിസിപ്പാലിറ്റി ഉണ്ടാകുമ്പോഴാണ് ആധാരം ഉണ്ടാവുക. പഴയ കാലഘട്ടത്തിൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി കടന്നിരുന്ന ഭൂമി പിന്നീട് കേരളപ്പിറവിക്ക് ശേഷം ആ കാലഘട്ടത്തിൽ ഗവൺമെൻറ് മന്ത്രിസഭാ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞാലൂർ സാഹിബ് മന്ത്രിയായ സമയത്ത് മലപ്പുറം നഗരസഭയ്ക്ക് ഈ ടൗൺ ഹാൾ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ, അത് പ്രതിരോധ വകുപ്പിൻ്റെ സ്ഥലമായിരുന്നു, ആ സ്ഥലം മുഴുവൻ മന്ത്രിസഭാ തീരുമാനം എടുത്താൽ അതിന് ആധാരം എവിടെ നിന്ന് വിവരാവകാശം ചോദിച്ചാൽ കിട്ടൂല. കാരണം എന്താണ്? അതിന് ആധാരം ഉണ്ടാവില്ല. ആധാരം ചോദിച്ചിട്ടില്ല. ആധാരം അല്ലെങ്കിൽ ആധികാരിക രേഖ ഉണ്ടാവുള്ളൂ. ആ രേഖ ഇല്ലാത്തതുകൊണ്ടാണ് ധാരണ ലേറ്റാണ്. വിഷയം അറിയാത്തോണ്ടാണ്. രേഖ വേണം, വാങ്ങി വെക്കണം. വിഷയം അറിയാത്തോണ്ടാണ്. മന്ത്രി ഗണേഷ് LDFന്റെ മന്ത്രി പറഞ്ഞ് കേരളത്തിൽ ഇത്ര മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല ഉദ്ഘാടനത്തിൽ ഞാനായിരുന്നു മുഖ്യാതിഥിയിൽ ഒരാൾ. ഗണേഷ് കുമാർ പ്രസംഗിച്ചോ പറയാ, അതിന്റെ വീഡിയോ ആണെങ്കിലുണ്ട്. ഞാൻ ഈ നഗരസഭയെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുന്നു. ഇത്ര എല്ലാ മന്ത്രിമാരും പറയും ലീഗിന്റെ MLA പറയുകയാണെങ്കിൽ ഓക്കെ. ലീഗിന്റെ ആര്യാടൻ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്താ ആ പ്രൊജക്ട് ചേർത്ത്. അന്നുണ്ട് ലീഗിന്റെ MLA മലപ്പുറത്ത്, അന്നും ഇന്നും ലീഗിന്റെ മലപ്പുറത്തുണ്ട്. എന്റെ ചോദ്യമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മലപ്പുറം മുനിസിപ്പാലിറ്റിക്കകത്ത് എന്തൊക്കെ ആ പദ്ധതി മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ കഴിയും. ഇടതുപക്ഷത്തിന്റെ കാലത്താ ഏത് പദ്ധതി ഇടതുപക്ഷം സ്റ്റേറ്റ് ഭരിക്കുമ്പോഴല്ലാതെ ഒരു പദ്ധതിയും ഇവിടെ കേരളത്തിൽ വന്നിട്ടില്ല. എന്റെ ചോദ്യം ഇതാണ്, അത്രയും ജനങ്ങളെ സാക്ഷി നിർത്തി, മാധ്യമ പ്രവർത്തകരെ സാക്ഷി നിർത്തി, ലീഗിന്റെ MLA ഉബൈദ് സാഹിബ് പ്രശംസിച്ചതിനേക്കാൾ എന്നെ പ്രശംസിച്ചത് ഇടതുപക്ഷത്തിന്റെ മന്ത്രി KB ഗണേഷ് കുമാറാണ്. അതേ പറഞ്ഞു ചങ്ങനാശ്ശേരി പത്തനംതിട്ട നഗരസഭ അതിന്റെ വീഡിയോ ലഭ്യമാണ്, ഞാൻ തരാം. അതിനകത്ത് ഞങ്ങളുടെ വരാൻ പോണ ഇലക്ഷൻ മെറ്റീരിയൽ ഉണ്ട്. അതിൽ പറയാണ്, ഞാൻ വർഷങ്ങളോളം നടന്നിട്ട് ഒരു നമ്പർ പോലും ഇടാത്തിടത്താണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മലപ്പുറം KSRTCക്ക് മുഴുവൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് മാതൃകയാണ് എന്ന് KB ഗണേഷ് കുമാർ, ലീഗിന്റെ MLA. നമ്പറിന്റെ കാര്യത്തിൽ മാതൃകയാണ്. നമ്പറാണ് 500 കോടി നമ്പർ, ഈ നമ്പറുകൾ ഇങ്ങനെ പറയല്ലാതെ വേറൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ KSRTC ടെർമിനല് 10 നിലയുള്ള കെട്ടിടത്തിന്റെ പ്ലാനും അനുഭവിച്ച് ഈ സംസ്ഥാനത്തിനകത്ത് അങ്കമാലിയും കോഴിക്കോടും മലപ്പുറം 3 പദ്ധതി നടപ്പിലായത്. അത് 2 നടപ്പിലായി, മലപ്പുറം നടപ്പിലായില്ല. എന്താ കാരണം? ഇവിടെ ആര്യാടൻ മുഹമ്മദ് ഗതാഗത മന്ത്രി UDFന്റെ ഭരണ ആ സ്ഥാനം മാറ്റി. അന്ന് ഇവിടെ ലീഗിന്റെ MLA, അന്ന് ഇവിടെ ലീഗ് തെറ്റാണ്. എങ്ങനെ പൂർത്തിയാക്കിയാരോ? ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായി, അത് കറക്റ്റാണ്. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് വന്നത്. പിന്നെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു പണവും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ അവസാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് നടപ്പിലാക്കാൻ മുന്നോട്ട് പോയി. അത് മുന്നോട്ട് പോയി. അതിനുശേഷം ഭരണം മാറി, UDFന്റെ ഗവൺമെന്റ് വന്നു. അതിനുശേഷം ആ മലപ്പുറത്തിന്റെ മനോഹരമായ സ്വപ്നത്തെ ഇല്ലാതാക്കിയത് ആ ഗവൺമെന്റാ. അതാ പറയേണ്ടത്. പറയാം. ഇവിടെ നിന്നാണ് പോകുമ്പോൾ വലിയ ദൂരമൊന്നുമില്ലല്ലോ. കുന്നുമ്മൽ KSRTCന്റെ മുമ്പിൽ LDFന്റെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ബിൽഡിംഗുമ്മിൽ വലിയ സ്റ്റീൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്, P. ഉബൈദുള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഉബൈദാക്കാന്റെ ഫണ്ടാണ്, സ്റ്റേറ്റിന്റെ ഫണ്ടല്ല. മറ്റൊരു കാര്യം പറയാന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇലക്ഷനിൽ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലുണ്ടാവുമോ? ഈ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയത് പെൻഷൻ പൂർണ്ണമായി കൊടുക്കാൻ തീരുമാനിച്ചു, കൃത്യമായി കൊടുത്തു. 3600 രൂപ വെച്ച് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വാങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോ ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനം ഓർഡർ ഇറങ്ങി, പണം മാറ്റി വെച്ചു. അത് കൊടുക്കും. ഈ ഗവൺമെന്റ് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കും ചെയ്യും.
അതിനോട് വീട് കൊടുക്കാൻ തീരുമാനിച്ചു. ആ വീട് കൊടുക്കാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ, ഈ മുനിസിപ്പാലിറ്റിക്ക് അത് നടപ്പിലാക്കാൻ ഈ നിമിഷം വരെ ഭൂമിയില്ലാത്തൊരു വീട് കൊടുക്കാൻ പദ്ധതി വെക്കാത്ത ഏക മുനിസിപ്പാലിറ്റിയാ. ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് 5 ലക്ഷം പേർക്ക് വീട് കൊടുക്കും. ആ വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കാര്യം ചോദിച്ചല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ വിധി എഴുത്താവുമെന്നുള്ളത്. അത് ബഹുമാനപ്പെട്ട ഫൈസൽ അംഗീകരിക്കുകയും ചെയ്തു. ഞാനും പറയുന്നു, വോട്ടെണ്ണമെന്ന് കാണാം മലപ്പുറം നഗരസഭയുടെ റിസൾട്ട്. ഇത് ഏതാണ് എണ്ണീട്ട് കാണാം. ഇളകാത്ത കോട്ടകളും ഈ വർഷം ഇളകി മറിയും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. എഴുതി വെച്ചോളൂ, LDF അല്ലാതെ വിജയിക്കാത്ത വാർഡുകൾ ഈ തവണ UDF-ന്റെ കൂട്ടത്തിൽ എത്തിയിട്ടുണ്ടാകും. ഫീൽഡിൽ വർക്ക് ചെയ്ത് പറയാണ്. ഫീൽഡിൽ 24 മണിക്കൂർ രാഷ്ട്രീയം പറയാൻ തയ്യാറുണ്ടോ? ഈ നാട്ട് വികസന പ്രശ്നത്തെ പറയാൻ തയ്യാറുണ്ടോ? അല്ലാതെ ഒരു സംശയം വേണ്ട. പറയാൻ തയ്യാറുണ്ടെങ്കിൽ മലപ്പുറവും മാറും. അതാണ് NDAയുടെ മുദ്രാവാക്യം. കേരളവും മാറും, മലപ്പുറവും മാറും. അതാണ് NDA പറയുന്നത്. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ UDF തന്നെ വരികയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ ജനങ്ങളോട് പുതിയതായിട്ട് എന്തൊരു പദ്ധതിയാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്? നമ്മൾ ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 വർഷം കൊണ്ട് 363 കേന്ദ്രം പ്ലസ് നമ്മുടെ 5 വർഷത്തെ പ്ലാൻ ഫണ്ട്, ഓൺ ഫണ്ട് ഉൾപ്പെടെ 500 കോടിയിലേറെ രൂപയുടെ പണം നമ്മൾ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓരോരോ മേഖല എടുത്ത സമയം വൈകും എന്നുള്ളതാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ഹോമിയോ ആശുപത്രി എയർ കണ്ടീഷനാക്കി, പട്ടർകടവ് എയർ കണ്ടീഷനിലെ ബിൽഡിംഗ് തന്നെ പൂർത്തിയാക്കി. 3 ആശുപത്രി ആലത്തൂർപ്പടി, നൂറങ്ങൽ മുക്ക്, കാട്ടുങ്ങലിൽ തുടങ്ങി. കോട്ടപ്പടി ഹോസ്പിറ്റലിന് 10 കോടി, ആയുർവേദ ആശുപത്രിക്ക് 9 കോടി. ഹെൽത്ത് സെക്ടറിലെ എല്ലാ സ്ഥാപനങ്ങളും ആ അർത്ഥത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ഈ മേൽമുറിയുള്ള പൊടിയാട് സ്കൂൾ, മേൽമുറി GMLP സ്കൂൾ, സെൻട്രൽ ഗേൾസ്, ബോയ്സ് ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ സ്കൂളും പറഞ്ഞുതരാം. ഒരൊറ്റ ഗവൺമെൻറ് സ്കൂൾ പോലും 1 കോടി റുപ്യക്കാണ് കോട്ടപ്പടി ഗേൾസിൽ ടോയ്ലറ്റ് ബ്ലോക്ക്, 1 കോടി റുപ്യക്കാണ് ബോയ്സിൽ ടോയ്ലറ്റ് ബ്ലോക്ക്. ഈ മാത്രമല്ല ഞാൻ പറയാം, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താണ് ജനങ്ങളുടെ മുമ്പിലൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ടോയ്ലറ്റ് ബ്ലോക്കിന്റെ കാര്യം പറയുമ്പോ ശൗചാലയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് വന്നാൽ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ KSRTC ശൗചാലയം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? അതുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞത് പെട്രോൾ പമ്പുകളില് യൂറിനുള്ള സൗകര്യം ഞാൻ ഉദ്ദേശിച്ചതല്ല. ചർച്ചയുടെ കൺക്ലൂഷനായിട്ട് എന്താണ് ചെയ്യാനുള്ളത് അതാണ്. ഒന്ന്, ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റിൽ LDF ആണ്, കേന്ദ്രത്തിൽ BJP ആണ്. BJP കേന്ദ്രം ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള നിലപാട് ഫണ്ട് വന്നിട്ടില്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. 363 കോടിയുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. ഞങ്ങൾക്ക് തരണമെന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത്. LDF-ന് ചെയർമാന്മാരുള്ള 3 മുനിസിപ്പാലിറ്റി ഉണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം. 1 രൂപ കൊടുക്കാൻ പാപ്പർ സൂട്ടായ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. അവരുടെ അടുത്ത് 1 ഉറുപ്പ്യല്ല. മന്ത്രിൻ്റെ അടുത്ത് ഞങ്ങൾ ചെയർമാൻ്റെ പ്രതിനിധി പലപ്പോഴും ചെല്ലുമ്പോൾ പറയും, നിങ്ങൾക്കറിയില്ല കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരാത്തതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ അടുത്ത് പൈസ ഇല്ല. ഞാൻ പറയുന്നത് കേട്ടു. അതുകൊണ്ട് നിലവിൽ കേന്ദ്രവും സംസ്ഥാനവും ഇല്ലാതെയാണ് ഞങ്ങൾ 500 കോടി കൊണ്ടുവന്നത്. കേന്ദ്രവും ഇല്ല, സംസ്ഥാനവും ഇല്ല ഞങ്ങളുടെ കയ്യിൽ. ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ നിലവിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം കേന്ദ്ര പദ്ധതിയുള്ള നഗരസഭ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ 1000 കോടിയുടെയെങ്കിലും വികസനം കൊണ്ടുവരാൻ ഞങ്ങളുടെ ശേഷ കാലഘട്ടം. LDF-നാണ് ഭരണം കിട്ടുന്നതെങ്കിൽ എന്താണ് സ്ഥിതി? LDF-ന് ഭരണം കിട്ടും, ഒരു തർക്കവും വേണ്ട. ഇവിടെ 95 ഭരണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയാൽ ചെയ്യാൻ പോകുന്നത് ഇതിവിടെ പറഞ്ഞു 28 കോടി, മുജീബിന്റെ കണക്കിലുള്ള 28 കോടി, ഈ പുളിയേറ്റുമലുള്ള 28 കോടി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഈ മേൽമുറിക്കകത്ത് ഒരു GUP സ്കൂളുണ്ട്. ആ സ്കൂൾ 1000 കോടി, എന്താ പറയുക, 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇതുവരെ ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിക്കകത്ത് ഏക UP സ്കൂളാണ്. അതിനൊരു സംവിധാനം ഉണ്ടാവണം. അത് മാത്രല്ല ഞാൻ പറയട്ടെ, ഇത് മറുപടി അല്ലേ?
അതോടൊപ്പം ഈ മറുപടി ഒന്ന് പറയണം. മലപ്പുറത്തിന് ആവശ്യമായ സാധാരണക്കാരന് മുഴുവൻ ആളുകൾക്കും സ്ഥലമില്ലാത്തവനും വീട് കിട്ടുന്നതിന് വേണ്ട പദ്ധതി ഈ ദിവസം കൊണ്ടുവരും. ഒരു തർക്കം വേണ്ട അതിനകത്ത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ മലപ്പുറത്തിന്റെ ചരിത്രം വിളിച്ചോന്ന രീതിയിലേക്ക് മലപ്പുറം കോട്ടക്കുന്നോ മലപ്പുറത്തിനകത്ത് ഉപയോഗപ്പെടുത്തി 921 ചരിത്രമടക്കം മലബാർ സമരമടക്കം രേഖപ്പെടുത്തുന്ന മ്യൂസിയങ്ങൾ സ്ഥാപിക്കും. അങ്ങനെ ഈ നാടിന്റെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന മലപ്പുറം നഗരം എന്ന് പറയുന്നത് ജില്ലാ ആസ്ഥാനമെന്ന രീതിയിലേക്ക് ആ നഗര കേന്ദ്രത്തിലേക്ക് ആളുകൾ വരുന്നതിനും ഈ മലപ്പുറത്തെ ചുറ്റുപാടുമുള്ള നഗരങ്ങൾ വലുതാവുമ്പോഴും മലപ്പുറം നഗരം പിറകോട്ട് പോകുന്ന നയമല്ല, മറിച്ച് ഈ മലപ്പുറം നഗരത്തെ മെച്ചപ്പെട്ടതാക്കുന്ന രീതിയിലേക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തതിലേക്ക് പോകുന്നതല്ല, മറിച്ച് വരുമാനമുണ്ടാക്കുന്നതിലേക്ക് ഈ കേരളത്തിലെ മെച്ചപ്പെട്ട നഗരസഭയാക്കി റവന്യൂ വരുമാനത്തിലൂടെ സ്വന്തം കാര്യങ്ങൾ മുഴുവനാക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു ജില്ലാ ആസ്ഥാന കേന്ദ്രമാക്കി, മനോഹരമായ ഒരു ജില്ലാ ആസ്ഥാന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുമെന്നുള്ളതാണ്.